ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് ജസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകാം കേട്ടോ. കറന്റ് ഞാൻ ലൈക്ക് ഓൺ ദ വേ ടു എയർപോർട്ട്. അപ്പം മച്ചാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചത്തെ നാട്ടിൽ പോയിട്ട് ലീവൊക്കെ കഴിഞ്ഞ് നാട്ടിൽ അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് വന്നേക്കാണ്. സോ ഈ 2 ആഴ്ചത്തെ നാട്ടിലുള്ള വെക്കേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ജസ്റ്റിൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ജസ്റ്റിനാണ്, ജസ്റ്റിനെയാണ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റിനോട് നമുക്ക് ചോദിച്ച് നോക്കാം എന്താണ് ജസ്റ്റിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റ്. നാട്ടിൽ എങ്ങനെയാണ് ഇപ്പോൾ, നാട് മിസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്ന സമയത്ത് നാട് മിസ് ചെയ്തോ അല്ലെങ്കിൽ തിരിച്ച് UK മിസ് ചെയ്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ലെറ്റ്സ് സീ. സോ ഗൈസ്, അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി പാർക്ക് ചെയ്തേക്കാണ്. ജസ്റ്റ് ലാൻഡ് ആയിട്ടുണ്ട്. ഈസ് വെയിറ്റിംഗ് ഫോർ ദ ലഗേജ്. അപ്പോൾ ലഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് തിരിച്ചു പോകും. തിരിച്ചു പോകുന്ന സമയത്ത് വിൽ ആസ്ക് ഹൗ വാസ് ദ വെക്കേഷൻ ആൻഡ് അതർ സ്റ്റഫ്സ്. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഗൈസ്, വി ആർ കമ്മിങ് ടു മാഞ്ചസ്റ്റർ എയർപോർട്ട് ഫോർ പിക്കിംഗ് സമ്മൺ. നമുക്കിവിടെ പിക്കപ്പും ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ട്. ഒരു എക്സ്പ്രസ് പിക്കപ്പ് ഉണ്ട്. എക്സ്പ്രസ് പിക്ക് എന്ന് വെച്ചാൽ 15 മിനിറ്റ്സ് മാത്രമേ നമുക്ക് അവിടെ സ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 15 മിനിറ്റുള്ള നമ്മൾ അവിടെ കയറിയിട്ട് ഇറങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ഫൈനാണ്. സോ ഞാൻ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ ലഗേജും കാര്യങ്ങളും പിന്നെ അവൻ്റെ അമ്മയും കൂടി ജസ്റ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ മച്ചാൻ ആദ്യം തന്നെ 15 മിനിറ്റ്സ് ഷോർട്ട് എക്സ്പ്രസ് പിക്കപ്പിൽ കയറി. ആ 15 മിനിറ്റിന് ശേഷം 100 രൂപ ഫൈനായിരിക്കും. ആ ഫൈൻ അറിയുന്നത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ വീണ്ടും ഷോർട്ട് സ്റ്റേയിൽ കയറി. ഷോർട്ട് സ്റ്റേ മീൻസ് ലൈക്ക് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിൽക്കുക, അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൊടുത്താൽ മതി. 20 മിനിറ്റ്സേക്ക് 6.50 pence. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചാർട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ലൈക്ക് തന്നെ ഈ ഷോർട്ട് സ്റ്റേയിൽ കയറുന്ന സമയത്ത് നമുക്കൊരു കോയിൻ കിട്ടും. ആ കോയിന് ശേഷം നമ്മൾ എത്ര സമയം ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമ്മൾ അടിച്ചാൽ മതി. ആൻഡ് അതർ തിങ് ഈസ് ലൈക്ക് ഇത് മൾട്ടി സ്റ്റോറി കാർ പാർക്ക്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് കാർ പാർക്ക് ചെയ്തെന്നുള്ളത് നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ യുൽ ഗെറ്റ് ലോസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത സമയത്ത് തന്നെ ഇതിന് മുന്നേ ഇവിടെ കാർ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോയ ടീംസ് ഇപ്പം 2 ഫ്ലോറൊക്കെ കയറി ഇറങ്ങുന്നത് കണ്ടു. അതിൻ്റെ അവർ പറയുന്നുണ്ട്, അവരുടെ കോൺവെർസേഷൻ എന്ന് മനസ്സിലാവുന്നുണ്ട്. സത്യ ലോസ്റ്റ്, അവരെവിടെയൊക്കെ പാർക്ക് ചെയ്തെന്നുള്ള അവർക്ക് അറിയില്ല. സോ അങ്ങനെ ഒരു സംഭവം നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ പാർക്ക് ചെയ്തെന്നുള്ള ഒരു ഫോട്ടോ എടുത്ത് വെക്കാനാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ പല പില്ലേഴ്സിനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പാർക്ക് ചെയ്തേക്കുന്നത് ലെവൽ 5 സോൺ 3 സോൺ 4 അപ്പം സോൺ 4 അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എപ്പോഴും ഇതുപോലത്തെ മൾട്ടി സ്റ്റോറി കാർ പാർക്കിൽ അല്ലെങ്കിൽ അങ്ങനെ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഫോട്ടോ എപ്പോഴും എടുത്ത് വെക്കാനാക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതല്ല നേരത്തെ കണ്ടതുപോലെ നിങ്ങൾ എല്ലാ ലെവലിലും കയറി ഇറങ്ങി നിങ്ങളുടെ വണ്ടി എവിടെ വെച്ച് തപ്പി നടക്കേണ്ടി വരും. സോ ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈസി വേസ് ടു ഗെറ്റ് എ ഫോട്ടോ ഓഫ് ദ ഏരിയ വേർ യു പാർക്ക്ഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൊക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെക്കാം. ലെവൽ 5 സോൺ 4 അല്ലെങ്കിൽ സോൺ ഏതാണെന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അത് നോട്ട് ചെയ്ത് വെക്കാനൊക്കെ. സോ ദാറ്റ് യു നോട്ട് ഗെറ്റ് ലോസ്റ്റ്. അപ്പം ഗായ്സ് ഹേസിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ജസ്റ്റിനും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്കമ്മ ഹേസിലിനെ പിക്ക് ചെയ്ത്. ആൻഡ് ദ ഗുഡ് തിങ് ഈസ് ഹേസിലിൻ്റെ ടീത്ത്സ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തു. സ്മൈൽ. ഹേസിലിൽ കുറച്ച് കെട്ടപ്പല്ലുണ്ടായിരുന്നു ഫ്രണ്ടിൽ കേട്ടോ, DK ടീത്ത്. അത് UK സോർട്ട് ഔട്ട് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഡെൻറ്റലിൻ്റെ പ്രോബ്ലം ഒക്കെ ഭയങ്കര സീനാണ്. പക്ഷേ സ്മൈൽ ഇത് നാട്ടിൽ പോയി ചെയ്ത് വന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റിനെ പിക്ക് ചെയ്തു. പാർക്കിങ്ങിൽ കഴിഞ്ഞു. ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ്സ് ബിസി ആവുക. രാവിലെ ആയതുകൊണ്ട് തന്നെ 12 മണിക്കായിട്ടാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് അതുപോലെ തന്നെ കുറച്ച് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയം കളിച്ചു തന്നു. 2 വണ്ടി ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. അനു ഉണ്ടായിരുന്നു. ജസ്റ്റിൻ്റെ വൈഫും ഇന്ത്യയൊക്കെ അനുവിൻ്റെ വണ്ടി കയറി പോയിട്ടുണ്ട്. ഞാനും ജസ്റ്റിനും പിന്നെ കുറച്ച് ലഗേജും ഈ വണ്ടിയിൽ കയറി. സോ ജസ്റ്റിൻ, ഹൗ വാസ് ദ വെക്കേഷൻ? അതാണ് നമുക്ക് അറിയേണ്ടത്. അടിപൊളിയായിരുന്നു. ഷോർട്ടായിരുന്നു, വളരെ ഷോർട്ടായിരുന്നു. 2 വീക്സ്. പൊളി. ഹ്യൂജ് മാറ്റം, ഭയങ്കര മാറ്റമാണ്. ഹ്യൂജ് മാറ്റം വെച്ചാൽ ഞാനിപ്പോൾ 1 വർഷം 1.5 വർഷമായി പോയിട്ട് ചിലപ്പോൾ ഒരു ഒത്തിരി, അതായത് ഞാൻ തിരുവല്ല വെച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് വന്നു. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ആണ് അവിടെ ഞാൻ കൂടുതൽ കണ്ടത്. ഒത്തിരി വേറെ പല കെട്ടിടങ്ങളും വന്നു. ഇപ്പോൾ ചങ്ങനാശ്ശേരി കോട്ടയം റോഡിൽ വരുവാണെങ്കിൽ ലുലു വന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആദ്യം തന്നെ കുറേ വേറെ കരിക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി, അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇപ്പോൾ ചങ്ങനാശ്ശേരി തന്നെ വേറെ കുറേ മാൾസ് വരുന്നുണ്ട്. അങ്ങനെ ഹ്യൂജ് ഒത്തിരി മാറ്റം. ഇവിടെ ഇപ്പം നമ്മുടെ സ്ഥലത്ത് നമ്മൾ ലക്കോടി ജീവിക്കുമ്പോൾ 5 കൊല്ലമായി നമ്മളങ്ങനെ പുതിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളോ ഒന്നും ഇന്നേ വരെ നമ്മൾ കണ്ടില്ല. ആകെ ഒരു പെട്രോൾ പമ്പ് ജസ്റ്റ് ഒന്ന് റെനോവേറ്റ് ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല. വളരെ ഇവിടെ ഡെവലപ്ഡാണ്, അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ എല്ലാം പുതിയതാണ്. ഇവിടെ എല്ലാം ഒരു പഴയ ഫീലാണ്. അതൊരു വലിയ ഇത്. പിന്നെ വെട്ടം
ഓ അത് ഭയങ്കര സീനാട്ടോ ലിറ്ററലി. കഴിഞ്ഞ ആഴ്ച ഞാൻ ശരിക്കും അത് മനസ്സിലാക്കിയിരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസമായിട്ട് വെയിലുണ്ടായില്ല. ആ 2 ദിവസം ഞാൻ പുറത്തിറങ്ങിയിരുന്നു. നിനക്ക് എൻ്റെ ജിമ്മിൽ പോകുക അല്ലെങ്കിൽ സ്കേറ്റ് ചെയ്യാൻ മറ്റേ മറിച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എപ്പോൾ എഴുതിട്ട് രാവിലെ നോക്കിയാൽ ഭയങ്കര ഗ്ലൂമിയാണ്. സോ ലൈക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. ഡിപ്രഷനാണ്. ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചുമ്മാ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വരെ സമയം പോകും, ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. പിന്നെ ഒറ്റ കാര്യം ചൂടാണ്. അത് കഴിഞ്ഞ 2 ദിവസം ചൂട്. ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 2 ദിവസം നല്ല ചൂടുണ്ടായിരുന്നു. ആ ചൂടത്തൊന്ന് എക്സോസ്റ്റ് ആവും. അത് ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊക്കെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. വെട്ടം ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മളിപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. ഇവിടെ വരുന്ന ആൾക്കാരുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് യു കെയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിപ്രഷനായി. ആ ഡിപ്രഷൻ അത് നമ്മൾ അഫക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ അറിഞ്ഞും കണ്ടും വേണം യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതില്ലാന്നുണ്ടെങ്കിൽ യു ലൂസ് യുവർ മൈൻഡ് ലിറ്ററലി. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇരുട്ട് ഇത് പിന്നെ നമ്മളാണെങ്കിൽ കിടന്ന് ഉറങ്ങത്തുമില്ല. നമ്മൾ 7:30 ആകുമ്പോൾ എണ്ണിക്കും. നമ്മൾ എണ്ണിച്ചു പോകും. നമ്മൾ ഇവിടുത്തെ സമ്മർ ടൈം പോലെ നമ്മൾ ആ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണ്ണിക്കും. പരിപാടി നോക്കുന്നതല്ലേ ഒരു പരിപാടിയിലുണ്ടെങ്കിൽ ആൾപ്പറയും ചങ്ങായിമാരെ വിളിക്കും. ജസ്റ്റ് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ഫ്രീ ആയിരിക്കും. പക്ഷെ വെക്കേഷൻ അല്ലാന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ നമ്മുടെ നാടെന്നുള്ള ഒരു തോട്ട്. നമുക്ക് ആ പേടിയില്ല, ഭയമില്ല, നമുക്ക് ആ ഫുൾ സ്വാതന്ത്ര്യം. ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലെന്നല്ല, എന്നാൽ ആ ഫുൾ സ്പിരിറ്റിൽ ഫുൾ തീയിലുള്ള ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വേറെ ആസ്വദിക്കണം. നമ്മൾ ജനിച്ചത് വളർന്ന് നമ്മുടെ ടീനേജും യൂത്തും എല്ലാം അവിടെ ആയതുകൊണ്ട് ഇൻഡിവിജ്വലായി വരുന്ന ഒരു ഫേസ് മൊത്തം നമുക്ക് അവിടെയായിരുന്നു. അതെ അതെ അതെ. ഇന്റിമസിയും നമ്മുടെ വഴക്കവും തഴക്കവും എല്ലാം അവിടെയാണ്. അതൊരു വ്യത്യാസമാണ്. ബ്ലാക്ക് ബേർഡ് അറിയത്തില്ലെന്നല്ല, അറിയാം. എന്നാലും നമുക്ക് ഈസി പീസിയാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലപോലെ ബെറ്ററായി. ഇവിടത്തേക്കാൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ പോയ സമയത്ത് ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി അടക്കം വിത്തിൻ മിനിറ്റ്സ്. ആ ഒരു ഡെലിവറി സിസ്റ്റം ഇവിടെ ഇല്ല നാട്ടിൽ. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാത്തിനും ഏത് ഫീൽഡിലെടുത്താലും അതിൻ്റെതായ സമയം എടുക്കും. അത് വളരെ ഞാൻ പുതിയതായിട്ട് ഫ്ലിപ്കാർട്ടിനെ കണ്ടത് അവർ ഓപ്പൺ ആൻഡ് ചെയ്യുന്നത്. നമ്മൾ ബാഗൊക്കെ മേടിച്ചത് അവർ അവിടെ തന്നെ നമ്മുടെ ഫ്രണ്ട് വെച്ചാൽ ഓപ്പൺ ചെയ്യുന്നത്. ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടാണ് നമുക്ക് അറിയാം. അതായത് റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതായത് ഇലക്ട്രോണിക് പേയ്മെന്റ്, ജിപേ, ജിപേ ത്രൂ ഉള്ള പേയ്മെന്റ്. ഈവൻ പച്ചക്കറി കട തൊട്ട് ഏറ്റവും ചെറിയ കട തൊട്ട് ഏറ്റവും വലിയ മോൾസ് വരെ UPI ഉണ്ട്. കാരണം അത് നമുക്ക് ഭയങ്കര ഈസി പീസി ആണത്. നമുക്ക് വലിയ കാര്യമായിട്ട് മെനക്കെടേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം കൊണ്ട് ഡെവലപ്മെന്റ് ഭയങ്കര രീതിയിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെ, ഭയങ്കരമായിട്ട് ഇലക്ട്രോണിക്കലി പേയ്മെന്റ് എല്ലാം ഇലക്ട്രോണിക് ആയി. അത് വലിയൊരു മാറ്റമാണ്. അത് എനിക്ക് തോന്നുന്നത് മോർ ദാൻ ഈ ഒരു ബോക്കിന്റെ അല്ല, കഴിഞ്ഞ വർഷം അതുണ്ടായിരുന്നു. അത് ഞാൻ മെയിനായിട്ട് ട്രീറ്റ്മെന്റ് നല്ല ഈ തവണ ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ട്രീറ്റ്മെന്റിൽ പോയി. അപ്പോൾ ഇവിടെ പല്ല് ഫുള്ള് പോയിരിക്കുമായിരുന്നു. നെയ്റ്റൽ ടീത്ത്, നിയോനെറ്റൽ ടീത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി പക്ഷേ ഒരു ചക്കയിറക്കി പൊട്ടിച്ച് വെച്ചേക്ക് നല്ല ഒട്ടിച്ച് വെച്ചാൽ അത് ഇവിടെ ഫസ്റ്റ് വീക്ക് തന്നെ പോയി. ഈ തവണ നമ്മുടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി. ക്ഷമയോടാണ് ഡോക്ടർ, പീഡിയാട്രിസ്റ്റ് ആണ്. ഒത്തിരി ക്ഷമയോട് 2.5 മണിക്കൂർ എടുത്ത് പല്ലൊക്കെ ശരിയാക്കി. ഫസ്റ്റ് ഉണ്ടായിരുന്നു റൈറ്റ് ടൈമിൽ നാട്ടിൽ പോയ ബസ്സെല്ലാം കളഞ്ഞ് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി. പക്ഷെ നമുക്കൊരു കുറെ ഇതുണ്ടായിരുന്നു. ഞങ്ങളും അതിന്റെ കൂടെ ചെയ്തു. ഒത്തിരി എക്സ്പെൻസീവായി. ഞങ്ങൾ ഏകദേശം ഒരു 30,000-35,000 അതിനകത്ത് പൊട്ടിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ. കാരണം അവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ക്ലിനിക്. ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഞാൻ പുറത്തോട്ട് ക്ലിനിക്ക് പോയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ആവത്തില്ല. എല്ലാം കൂടെ ഒരു 15 തന്നേനെ, ഡബിളായി എന്ന് വേണം പറയാം. ചെറിയ രീതിയിൽ പണ്ടത്തരമായി പോയി. എന്റെ അവിടെ ചെയ്യണ്ടായിരുന്നു, ഞങ്ങൾ പുറത്ത് ചെയ്താൽ മതിയായിരുന്നു. അവർ ചെറിയൊരു ഇതിന് വരെ 1,000 മേടിക്കും. ആ ഒരു ലെവലിലുള്ളതാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് റെഫറലിൽ നോക്കിയിരിക്കുവാണ്. പക്ഷെ ഉറപ്പായിട്ടും പെയ്ത് തുടങ്ങിയതിന് പൾപ്പിന്റെ അടുത്ത് വരെ എത്തിയായിരുന്നു. പെയ്ത് തുടങ്ങിയത് വലിയ സീനാക്കിയത്. അതൊരു പിന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾ മെയിൻലി ബിലോസിലാണ് പോകുന്നത്. പെട്ടെന്ന് പോകാൻ വേണ്ടി ഈ തവണ ബിലോസിൽ പോയി വയറിന്റെ ഇതൊക്കെ കാണിച്ച് സ്കാൻ ചെയ്തു. അവിടെയാണെങ്കിൽ നമ്മൾ അധികം ക്യൂ നിൽക്കേണ്ട. പ്രയോറിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. 500 രൂപ കൊടുക്കണം. എവിടെ ക്യൂ നിൽക്കണം, നേരെ കയറി കണ്ട് സ്കാനിങ് ചെയ്തത് കഴിഞ്ഞിട്ട് നേരെ പോരാ. അതൊക്കെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത. അത് നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ നമുക്ക് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത 7ാമത് 8ാമതൊക്കെ കിട്ടും. നമ്മുടെ കാര്യം നടക്കും. ഇവിടുത്തെ കൂട്ട് നമ്മൾ ഇത്ര നിൽക്കണം. ഇപ്പോൾ വയറിന് നമ്മൾ ഇത്ര നമ്മൾ പ്രശ്നമായതുകൊണ്ട് നമ്മൾ സ്കാനിങ് ഒക്കെ എടുക്കുന്നത് നമുക്ക് ടെൻഷനായിരുന്നു. ഓക്കെ ഇതെന്തോമാണ് ഈ വയറുവേദന ഇവിടെ നമുക്ക് മെയിൻ ചെയ്യുന്നതിൽ ഇവിടെ ഡയഗ്നോസ്റ്റിക്സ് ഇല്ല. ഡയറക്റ്റ് മരുന്ന് തരും. ഇതായിരിക്കും എന്ന് ഊഹിച്ച് ഒരു മരുന്ന് തരുന്നതല്ല, ഡയഗ്നോസ്റ്റിക്സ് ഇല്ല. അത് വളരെ മോശമാണ് ലിറ്ററലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ചില കേസിൽ നല്ലതാണ്,
ചില കേസിൽ അത് ക്യാൻസറിന്റെ കേസിലൊക്കെ വളരെ മോശം. ഞാൻ അങ്ങനെ ഒരുപാട് ഞാൻ റേഡിയോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ തന്നെ സ്കാൻ ചെയ്യുന്ന പല ഹിസ്റ്ററിയിലും ലൈക്ക് 1 year 2 year വെയിറ്റിംഗിൽ വന്നിട്ട് പിന്നെ അവർ സ്കാൻ ചെയ്ത് അതായത് ഇമേജിങ് ആ സമയത്ത് എടുക്കുന്ന സമയത്ത് ലൈക്ക് ഇറ്റ്സ് ബീൻ ലൈക്ക് എന്താ പറയുക വൻ ഡെവലപ്ഡ് ലീഷൻ ഉള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഞാനിപ്പോ ചുമയുമായിട്ട് പോയി കഴിഞ്ഞാൽ ജി പി ആദ്യം പറയും ഓക്കെ ഇത് വൈറലായിരിക്കും, അത് അടുത്ത ഇതായിരിക്കും. പിന്നെ ഏഷ്യൻ എന്നുള്ള രീതിയിൽ അവർ ആദ്യം സസ്പെക്ട് ചെയ്യുന്നത് ടി ബി ആയിരിക്കും. ടിബിയുടെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ലെവൽ 4ലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തും. അതെ അത് ഭയങ്കര മോശമാണ്. ഈ പേഷ്യന്റ് ഓൾറെഡി ഇതിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ട് ഒരിക്കൽ ജി പിയുടെ അടുത്ത് പോകുന്നു. ജി പി അത് പിന്നെ ഇന്നതാണെന്ന് വെച്ചിട്ട് അവര് അങ്ങനെ കുറെ അവര് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് മാത്രമല്ല ഇവിടുത്തെ ഈ ക്യൂവും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് ഈസി ആക്സസ് അല്ല. നേരെ പോയി MRI CT ചെയ്യാം. നമ്മൾ ബോധമാണ് നമുക്ക് പൈസ കൊടുത്ത് ചെയ്യാം. നാട്ടിൽ ഗവൺമെന്റ് പോയി നിൽക്കണം, പ്രൈവറ്റിൽ പക്ഷെ അതിപ്പോ നമ്മൾ ഇവിടെ പ്രൈവറ്റിൽ പോകണമെങ്കിൽ വലിയൊരു എമൗണ്ടല്ലേ വരുന്നത്, മനസ്സിലായോ? ചെറിയ എമൗണ്ട് അല്ല. പക്ഷെ നാട്ടിൽ നമുക്ക് വെച്ചാൽ കുറച്ചുകൂടെ ഫീസിബിൾ ആണ്. നമ്മളിതെല്ലാം പറയുന്നത് നമ്മളവിടെ ജനിച്ച് വളർന്ന ഇതിൽ വെച്ച് സാഹചര്യങ്ങൾ വെച്ചാണ്. ഇൻഡെക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ UK ആണ് ഇന്ത്യക്കാരുടെ ഡെവലപ്ഡ്. നമ്മള് കേരളമാണ് സംസാരിക്കുന്നത്, ഇന്ത്യയല്ല. അത് വ്യത്യാസം, അത് ഒരുപാട് വ്യത്യാസം. അതുകൊണ്ട് വ്യത്യാസം നമുക്ക് ഒരിക്കലും കേരളം വെച്ചിട്ട് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തവർക്കൊക്കെ ശരിക്കും മനസ്സിലാവും ഒരുപാട് വ്യത്യാസമാണ്. അങ്ങനെ കുറെ ആക്സസിബിലിറ്റി ഉണ്ട്. അതായത് ഇവിടെ തന്നെ വെച്ച് നോക്കുമ്പോൾ കുറെ ആക്സസിബിലിറ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്. വിലക്കുറവാണ്, മീൻസ് ചുരുങ്ങിയ ജീവിതമാണ്. അതായത് 100 രൂപയ്ക്ക് നിനക്കാണെങ്കിൽ നല്ല 150 രൂപയ്ക്ക് ഒരു പച്ചക്കറി കിറ്റ് കിട്ടും. ഈസിയാണ് 1 വീക്ക് ഓടിക്കാനുള്ള പച്ചക്കറി കിറ്റ് കിട്ടും, മനസ്സിലായോ? അതാണ്. പക്ഷെ നിനക്ക് കിട്ടത്തില്ല. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിച്ചു, മലയാളി ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ട്. നമ്മൾ പോഷായിട്ട് കഴിച്ചാൽ പോലും നമ്മളൊരു 4 പേര് 5 പേര് കഴിക്കുമ്പോൾ 5000 6000 50 കൊണ്ട്. നമ്മൾ അതിലൊരു മീഡിയം ഹോട്ടലാണെങ്കിൽ ഇന്നലെ എയർപോർട്ടിൽ 1700 രൂപയാണ് ഞങ്ങൾ 6 പേർക്കായി. 1700 രൂപ. അത് എത്ര 15 പൗണ്ട്. ഇവിടെ നമുക്കത് അത് നമുക്ക് സാധനം മേടിക്കും. ഇവിടെ തന്നെ വെച്ചാൽ കേട്ടോ, ഇവിടുത്തെ ഷോപ്പ് സാധനങ്ങൾ ചീപ്പാണ്. ഈവൻ തുണിയാണേലും നമുക്ക് സ്റ്റുഡിയോ ആണേലും അത്ര മോശം ക്വാളിറ്റി ഒന്നുമില്ല സ്റ്റുഡിയോയെ. മറ്റേ അത് ഇതെല്ലാം കുറെ മാക്സ് അങ്ങനത്തെ കുറെ ചീപ്പുകളാണ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈവൻ പ്രൈമാർക്കിനെക്കാട്ടി ബെറ്റർ ക്വാളിറ്റിയിലാണ് സ്റ്റുഡിയോയിലൊക്കെ നല്ല പ്രൈമാർക്ക് വെച്ച് നോക്കുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അവിടെ പ്രൊഡക്ഷൻ ഉണ്ട് ഇന്ത്യയിൽ. അതിന്റെ ഒരു ഇതുണ്ട്. ഹോപ്പ്ഫുള്ളി മേ ബി ഒരു അടുത്ത 10 കൊല്ലത്തില് UK ഒക്കെ ഡെവലപ്മെന്റിലേക്ക് എത്തുമായിരിക്കും. അങ്ങനെയാണ് നമുക്കെല്ലാം തിരിച്ചു പോകാമല്ലോ. അതെ, നമ്മുടെ എല്ലാ പ്രവാസികളുടെ, അതായത് നാട്ടിൽ ജനിച്ചു പോകുന്ന എല്ലാ പ്രവാസികളുടെ ആഗ്രഹം ഒരു നാള് നാട്ടിൽ തിരിച്ചു പോകാന്നുള്ളതാണ്. എത്രത്തോളം നടക്കുമെന്നുള്ളത് റിസ്ക് എടുത്ത് പോകുന്നവർക്ക് മാത്രം. പ്ലാൻ ചെയ്ത് റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ പ്രോപ്പർ പ്ലാനിങ് ചെയ്ത് റിസ്ക് എടുത്ത് പോകുന്നവർക്കെല്ലാം വിജയമുണ്ട്. നാട്ടിലൊരു വലിയൊരു മാർക്കറ്റാണ്. അതായത് അത്രയും ജനസംഖ്യയുണ്ട്, ലൈവ്ലി മാർക്കറ്റാണ്. ബജിക്കട ഇട്ടാലും ലിറ്ററലി അത് നമുക്ക് ഇപ്പൊ പല റീൽസിലും മറ്റേ ഇതിലൊക്കെ കാണുന്നില്ലേ, ചെക്കന്മാര് മറ്റേ ബൺമസ് കണക്കത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ റീൽ കണ്ടിട്ട് പോയതാണ്. മറ്റേ എന്താണ് പേര്, സ്റ്റൂസ. അപ്പൊ അത് വെച്ച് ജസ്റ്റ് അവര് ബ്രെഡ് ആവി കയറ്റി വിൽക്കുന്നു. അതിന്റെ കൂടെ സ്റ്റൂ, അത് ചിക്കൻ ഇത് അങ്ങനെ ഇങ്ങനെ. പിന്നെ പറയുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ആണെങ്കിൽ ബബിൾ ടീ അങ്ങനെയുള്ള ബബിൾ ടീ ക്വാളിറ്റി ഉള്ള ടീ കേട്ടോ. ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ബബിൾ ടീ പിന്നെ മോമോസ് അങ്ങനെയുള്ള വീട്ടിൽ അവർക്ക് ചിലവെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പുറമ്പോക്ക് രീതിയിലാണ് ഇത്. മറ്റേ ചെറിയൊരു മടക്കട പോലെ ഇച്ചിരി ഹൈഫൈ മടക്കട, പാട്ടൊക്കെ വെച്ചിട്ടുള്ള സാധാ മടക്കടയല്ല, ഹൈഫൈ മടക്കട. നൈറ്റ് ടൈം അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് അതാണ്. ഇപ്പൊ പോലീസുകാരും തട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞാലും വിഷയമില്ല. പക്ഷെ അവരുടെ ഒരു ദിവസത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ട്. അതെ. പിന്നെ ഇപ്പൊ അല്ലാതെ പറയുവാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് പുള്ളിയൊരു പച്ചക്കറികളാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപ റെന്റ്, അതായത് സ്ഥലത്ത് റെന്റ് കൊടുത്താണ് പുള്ളിക്കാരന്റെ ടേൺ ഓവർ ഇപ്പൊ അവൻ പറയുമായിരുന്നു. ഒരു ഡെയിലി 10-60 2 കടയാണ്, 2 സ്ഥലത്തായിട്ട് 10-60,000 രൂപയുടെ കച്ചവടം. അപ്പം ഹെവി മാർക്കറ്റ് ഉണ്ട്. പക്ഷെ നമ്മളെ മലയാളികളെക്കാട്ടി കൂടുതൽ ആ മാർക്കറ്റ് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരാണ് നാട്ടിൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. മലയാളികളെല്ലാം ഞങ്ങളുടെ നാട്ടിലെ വെച്ചാൽ പറഞ്ഞത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ എല്ലാവരും പുറത്താണ്. നമ്മള് പണ്ട് തൊട്ടേ ജനിക്ക് തൊട്ടേ ആക്കി എല്ലാ വീട്ടിലും പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുള്ള സെറ്റപ്പാണ്. തിരുവല്ലനെ കുറിച്ചിട്ട് പറഞ്ഞ ശേഷം വീഡിയോ മറ്റേ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ഏഷ്യാനെറ്റ് ന്യൂസിൽ മറ്റേ ഡോക്യുമെന്ററി എന്താകുന്നത് ഏറ്റവും കൂടുതൽ അടച്ചു കിടക്കുന്ന വീടുകളുള്ളത് ഞങ്ങളുടെ കുമ്മനാട്ട്. അപ്പം ഒത്തിരി ഇതുണ്ട്. അപ്പം ഓരോ എനിക്കെപ്പോഴും നാട് മിസ്സിംഗ് ആണ്. ഇങ്ങോട്ട് കയറാൻ നേരം എയർപോർട്ടിന്റെ ഗേറ്റ് കാണുമ്പോൾ തന്നെ നെഞ്ചിക്കാരമാവും. എല്ലാവർക്കും ഇതുപോലല്ല.
ഇല്ല എല്ലാവർക്കും ഇല്ല. എല്ലാവരും പല പ്ലാനിങ് പറഞ്ഞല്ലോ, പല പ്ലാനിങ് ആയിരിക്കും പല ആൾക്കാർക്കും. ചിലവർക്ക് ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ആവണമെന്നൊരു മൈൻഡിൽ വരുന്നതായിരിക്കും. സോ ലൈക്ക് പക്ഷേ പകുതി ആൾക്കാരും പ്രവാസി എന്നുള്ളത് പൈസ ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് തോന്നിയേക്കുന്നത് ഞാനും എന്റെ കൂട്ടുകാരന്റെ മമ്മി അപ്പം അവര് പറഞ്ഞ അവനും ഞാനും ഗൾഫിലായിരുന്നു. അപ്പൊ അവന് നമുക്കറിയാം ഇവിടെ വന്നേ പിന്നെ നമുക്ക് വീട്ടിലോട്ട് ഹ്യൂജ് ഫണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല, അല്ലെ വീട്ടിലൊരു വലിയ ആവശ്യമുണ്ട് നമുക്ക്. കാരണം നമ്മളിവിടെ വന്ന് വീട് മേടിക്കുക അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫണ്ടില്ല, പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ലിറ്ററലി ഓടിച്ചോണ്ട് പോകും, നമ്മളിവിടെ ജീവിച്ചു പോകും. അത്രേ ഉള്ളൂ. റോളിംഗ് ലൈഫാണ് ഇവിടെ. നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വീട്ടുകാരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അത് വേണം. നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടി അല്ലല്ലോ. പക്ഷെ ആ സപ്പോർട്ടിങ് എനിക്ക് നടക്കുന്നില്ല കേട്ടോ, കാര്യമായിട്ട്. കാരണം അതിനുള്ളൊരു ബാലൻസ് നമുക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെ വേണ്ടിയാലും നമ്മൾ ഇങ്ങോട്ട് വരണം, നമ്മുടെ നാട് തന്നെ എന്തായാലും മതിയല്ലോ. അപ്പോൾ അതെനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം യൂറോപ്പിലേക്ക് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഇപ്പൊ പഠിച്ചു വരുന്ന എല്ലാവരും നോക്കുന്നുണ്ട്. യൂറോപ്പ് ഭയങ്കര അടിപൊളിയാണ്, ചില്ലിംഗ് ലൈഫ്. യെസ്, അടിപൊളിയാണ് പല കാര്യത്തിലും. എന്താ പറയുക, വർക്ക് കൾച്ചറിന്റെ കാര്യത്തിൽ അടിപൊളിയാണ്, ലിവിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിന്റെ അടിപൊളിയാണ്. യെസ്, അതൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ലൈക്ക് നമ്മൾ ഓവറോൾ പുറത്തേക്ക് വരുന്ന പ്രവാസിയാവുന്നതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യത്തിലൊക്കെ മിഡിൽ ഈസ്റ്റ് ആണ് ബെറ്റർ തോന്നുന്നുണ്ട്. കാരണം പൈസ ഉണ്ടാക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഗെറ്റിംഗ് ടാക്സ് ആവുന്നത് വർക്ക് കൾച്ചർ നിൽക്കത്തില്ല. കാരണം വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ പക്ക കേരളത്തിലെ സാറിന്റെ മരുഭൂമി വെച്ചപോലുള്ള കൾച്ചറേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വർക്ക് കൾച്ചറിന് വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല. എല്ലാവരെയും പേടിക്കണം, മാനേജറിനെ പേടിക്കണം. കാരണം മിക്കതും കേരള MLS അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണ് ഈ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ജസ്റ്റ് ഒരു കൺട്രി മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. വർക്ക് കൾച്ചറും ബാക്കിയല്ല നാട്ടിൽ അതേ സീൻസ് ആയിരിക്കും. നമുക്ക് ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ അതായിരിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ആൾക്കാരുടെ ഒരു ബിഹേവിയർ, പ്രത്യേകിച്ച് അറബികളുടെയും മറ്റും. ഞാൻ റീസെന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് UK തന്നെ അവർ ഇതാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് ജസ്റ്റ് പാർക്കിംഗ് ഒരു സ്ഥലത്ത് ബ്രേക്ക് ഔട്ടിപ്പോൾ ബാക്കിൽ നിന്ന് ഒരു അറബി വന്നിട്ട് ഒറ്റയടി മുഖത്ത് തിരിച്ചൊന്നും പറയാം. അപ്പോൾ കൂടി ഉണ്ടായ ഫ്രണ്ട് അടക്കം പറഞ്ഞു റിയാക്ട് ചെയ്യില്ല എന്നുള്ള അതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് റിയലി ഫാഷൻ. അതുപോലെ ഒന്നും ഇപ്പോൾ നമുക്ക് UK നടക്കില്ല, മനസ്സിലായോ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞോളാം, എനിക്ക് സ്വാതന്ത്ര്യം എപ്പോഴും എൻ്റെ നാട്ടിലാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവിടെ. നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ നാട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് റിട്ടേൺ ലൈഫ് എങ്കിലും അവിടെ ആകണമെന്നാണ് ആഗ്രഹം. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കില്ല വ്യൂ ഓഫ് പോയിന്റ്. പലർക്കും പല വ്യൂ ഓഫ് പോയിന്റ് ആയിരിക്കും. മിക്ക ആൾക്കാർ മിക്ക ആൾക്കാർ യൂറോപ്പിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവർ മിക്കതും യൂറോപ്പിൽ സെറ്റിൽ ആവാൻ വേണ്ടി. എനിക്ക് സന്തോഷം പറഞ്ഞാൽ കുഞ്ഞി കൊച്ചാണ്, പക്ഷെ എന്നാലും അവളെപ്പോഴും നാട്ടിൽ പോകുമ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്യാറുണ്ട്. പ്രായമാകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നല്ലപോലെ എൻജോയ് ചെയ്യാറുണ്ട്. ഇങ്ങോട്ട് വരാൻ നേരം എപ്പോഴും കാര്യത്തിലാണ്. കാരണം അവിടെ കൂടുതൽ ഈ പ്രായത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ലൈവ്ലി ലൈഫാണ്. എന്നോട് എനിക്ക് അതാണ് മെയിൻലി തോന്നുന്നത്, ലൈവ്ലി ലൈഫാണ്. ആദ്യം ചെല്ലുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടുത്തെ നോയ്സ് കാര്യങ്ങള് ഇതെല്ലാം പിള്ളേർക്ക് മിസ്സാവുന്നുള്ളതുകൊണ്ട്, അല്ലെ ഇവിടുത്തെ ആ ടൈപ്പ് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ കിട്ടാത്തതുകൊണ്ട്. അത് കിട്ടും. നമുക്ക് ലുലു പോയിട്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെയുള്ള ഇവിടുത്തെ അങ്ങനെ ഫണ്ട് ആക്ടിവിറ്റീസ് ഉള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് അടിപൊളിയായിട്ട്, ഇതിൽ ചീപ്പായിട്ട്. നമ്മളിവിടെ ഫണ്ടാസിയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് മണിക്കൂറിലോ അങ്ങനെ പകുതി മതി അവിടെ. പിന്നെ അതിന്റെ കാര്യമില്ല, അല്ലാതെ ഇഷ്ടംപോലെ അല്ല ഇവിടെ അതുപോലെ പോകുന്ന വെച്ചാൽ പിള്ളേരെല്ലാവരും ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ഇവിടെ ജീവിക്കുന്നത്, മനസ്സിലായി? നാട്ടിൽ അങ്ങനെയല്ല. വീണ്ടും പിള്ളേർ ഇന്ററാക്ട് ചെയ്യുന്ന അടുത്തുള്ള വീട്ടിലെ പിള്ളേരുണ്ട്, അല്ലെങ്കിൽ വേറെ തൊട്ടടുത്തില്ല, അങ്ങനെ ഒരുപാട്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പം ഫാമിലി ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജസ്റ്റിനും വൈഫും കുട്ടിയും മാത്രമല്ല വീട്ടിലിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയല്ല, വീട്ടിൽ പാരന്റ്സ് ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇപ്പം നിന്റെ വീട്ടിലാണെങ്കിൽ നിന്റെ മമ്മി ആരെങ്കിലും ഉണ്ടാവും, പക്ഷേ നിന്റെ പ്രൈസിൽ വീട്ടിൽ പോകുന്നത് പ്രൈസിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അയൽപക്കത്തെ പിള്ളേരുണ്ടാവും. ലിറ്ററലി അതൊക്കെ അത് പിള്ളേരുടെ ലൈക്ക് എന്താ പറയുക ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്റെ വീട്ടിലെ ഗ്രൂപ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാണ്. ഇവര് പിള്ളേരുമായിട്ട് ഭയങ്കര കളിയും ബഹളവും ഒക്കെയാണ്. അപ്പൊ അവര് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക. അതാണ് പിള്ളേരുടെ പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കും പിള്ളേര്. ലൈക്ക് എന്താ പറയാ, എല്ലാ വേർഡ്സും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും. അതെനിക്ക് ശരിക്കും നാട്ടിൽ പഠിക്കുന്നത്. എന്റെ ഇപ്പം ഇവളാണെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ടായിരുന്നു, ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചോണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ നിന്ന് കുറെ മലയാളം വേർഡ്സ് കിട്ടി. അതറിയാത്ത കുറെ കാര്യങ്ങൾ കിട്ടി. അങ്ങനെ ഒരു ഷെയറിംഗ് അടക്കും പിള്ളേർക്കിടയിൽ തന്നെ. അപ്പൊ നമ്മള് ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിൽ തോന്നിയിരിക്കുന്നത് പിള്ളേർ സംസാരിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് വരുന്നില്ല. അതിൽ മെയിൻ കാരണം പിള്ളേരുടെ ഇടയിൽ ഇന്ററാക്ഷൻ നടക്കില്ല. പിള്ളേർ മിക്കപ്പോഴും വളർന്നു വരുന്ന സമയത്ത് TV കണ്ടോണ്ടിരിക്കുകയാണ്, അല്ലേ, കാർട്ടൂണോ അല്ലെങ്കിൽ വെറ്റായതല്ലേ, അതായത് വെറ്റതിൽ അതിന്റെ മലയാളം അറിയില്ലായിരുന്നു. ഇപ്പൊ അത് നനഞ്ഞു എന്നുള്ളത് പഠിച്ചു. അങ്ങനെ ഒരു നമ്മൾ പോലെ രണ്ട് പിള്ളേർ അങ്ങനെ പഠിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ശരിയാണ്. നമ്മളിവിടെ പാർക്കിൽ പോയി ചെയ്യേണ്ട കാര്യം നാട്ടിൽ ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ ചെയ്തു. അത് വലിയൊരു ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു.
ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാണ്ട് വിലയാണെങ്കിൽ ഇലയുടെ ഷേപ്പ് കാര്യങ്ങൾ പല തരത്തിലുള്ള വില നമ്മളിവിടെ ഈ കാര്യങ്ങളൊക്കെ ലിറ്ററലി നമ്മളിവിടെ ടോയ്സും മറ്റേതും വാങ്ങിച്ചു കൊടുത്താണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. കാരണം ഓരോ ഏജിനും എന്താ പറയാ ലൈക്ക് സെൻസറി ടോയ്സ് അല്ലെങ്കിൽ പാറ്റേൺ ലേണിംഗ് ടോയ്സ് ഇതൊക്കെ ഇങ്ങനെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. പക്ഷെ നാട്ടിൽ ഇതൊക്കെ പിള്ളേർക്ക് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ കളറ് എല്ലാ സൈസും ഷേപ്പും ഇലകളും അതും ഇതും ലിറ്ററലി. പക്ഷെ ഇതൊന്നും നമ്മളിവിടെ എന്താ പറയുക ഇവിടെ വന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കില്ല. ഇല്ലില്ല. പക്ഷെ നമ്മൾ ഈ ഡീപ്പർ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇഷ്ടം അവിടെ ആയതുകൊണ്ട്. പക്ഷെ അത് അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ഒരുപാട് ഈ ഒരു കൾച്ചർ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതിന്റേതായ ഒരു വളർന്നു വരുന്ന സമയത്ത് അതിന്റേതായ ഒരു വ്യത്യാസം പിള്ളേരിൽ ബാധിക്കും. മനസ്സിലായോ? നമ്മള് പിള്ളേരെ ഐഡർ ഇംഗ്ലീഷുകാരൻ അല്ലെ മല്ലു ആക്കേണ്ടി വരും. പിന്നെ അതുമല്ല പിള്ളേർ കുറച്ച് ചൂസ് അങ്ങനെ. ഈയിടയ്ക്ക് എന്നോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? അതായത് എന്തോ ഇവിടെ വളർന്ന ഒരു കുട്ടീനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ പാരന്റ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനൊക്കെ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്ര നടന്നിട്ടാണ് പോയിക്കൊണ്ടുണ്ടായത് സ്കൂളിലേക്ക്. ലൈക്ക് അപ്പൊ തിരിച്ച് കിട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ദാറ്റ്സ് യുവർ പ്രോബ്ലം. മനസ്സിലായോ? കാരണം ആ ഒരു ലെവലിലേക്ക് പിള്ളേർ വളരെ മെച്ചുവറായിട്ട് ആൻസർ പറയുന്നത്. പക്ഷെ അതും കൂടി എടുക്കാൻ വേണ്ടി പാരന്റ്സും കൂടി തയ്യാറായിരിക്കണത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹേർട്ട് പാരന്റ്സ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ കുറച്ച് ഡീപ്പർ ലെവലിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ എന്നോട് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അപ്പൊ ലൈക്ക് എന്നോടൊക്കെയാണെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് നാടനെയാണ് കാണുന്ന നിങ്ങൾ ആരെങ്കിലൊക്കെ എന്റെ നാടാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പൈസ ഉണ്ടാക്കാൻ പുറത്തേക്ക് പോകണമല്ലോ. കാരണം ലൈക്ക് ഇഫ് യു വാണ്ട് സ്റ്റാർട്ട് എ ബിസിനസ് ഓർ സംതിങ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റൽ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷോർട്ട് ടൈം ഉണ്ട്. അപ്പൊ ആ ഷോർട്ട് ടൈമിൽ അതായത് പെട്ടെന്ന് നമുക്കിപ്പോ എന്റെ വ്യൂ പോയിന്റ് അതാണ്. നമ്മള് പൈസ ഉണ്ടാക്കാനോ ഇവിടെ വന്നിട്ട് മതം പ്രചരിപ്പിക്കാനോ ഇവിടെ വന്നിട്ട് മറ്റേ ഇതുണ്ടാക്കാനോ അതിന് വേണ്ടി ഒന്നുമല്ല. പ്രൈമറി ഇൻകം അതിന് വേണ്ടി മാത്രമാണ്. ഈ പൈസ അവിടെ കിട്ടുവാണെങ്കിൽ നമ്മൾ വരേണ്ട കാര്യമില്ല. ഒബ്വിയസ്ലി ലിറ്ററലി ഞാനിത് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ലൈക്ക് ഞാനൊരു പ്രവാസി ആവുന്നതിന് മുന്നേ ആദ്യം ചിന്തിച്ചു. ഞാൻ ആദ്യം മംഗലാപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മംഗലാപുരത്ത് വീട്ടിൽ നിന്നാണ്. പക്ഷേ എനിക്ക് 1 hour ട്രാവൽ മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക്. അതായത് ഇവിടെ തന്നെ വൈകുന്നേരം എനിക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്ക് ബൈക്ക് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് എത്തും. പിന്നെ ഞാൻ ചിന്തിച്ചത് പിന്നെ അവിടുത്തെ പണിക്ക് കോവിഡിന്റെ സമയത്ത് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ആലോചിച്ചു. അപ്പൊ ചിന്തിച്ച് നോർത്ത് ഇന്ത്യൻ ആയാലും ഒരു 10, 40, 60 ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് വീട്ടിലേക്ക് അത്ര പെട്ടെന്ന് എത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയി ട്രെയിനിൽ ഇപ്പൊ ഡൽഹിയിലേക്കാണ് ട്രെയിനിൽ ഞാൻ വീട്ടിലേക്ക് എത്താൻ വേണ്ടി 2-3 ദിവസം എടുക്കും. അതാണെങ്കിൽ ഞാൻ ദുബായിലേക്ക് അല്ലെങ്കിൽ വേറെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഫ്ലൈറ്റ് ഒരു ദിവസം എടുക്കുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഔട്ട്സൈഡ്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ട് പുറത്തേക്ക് പോകാനൊരു തീരുമാനം എടുത്ത് ഓക്കെ UK-യിലേക്ക് വന്ന് UK-യിൽ സെറ്റിലായതല്ല ലൈക്ക് കറന്റ് ഇവിടെ ലീവ്. പക്ഷേ വന്ന് തൊട്ടുണ്ട് ഇറ്റ്സ് ലൈക്ക് റിയലി ബാഡ് ആണ്. ഇതുവരെ എന്താ പറയുക ഇഷ്ടമില്ലാണ്ട് പൈസ എന്നുള്ള സീനില്ല. അത് പൈസ ആക്കണമല്ലോ എന്നുള്ള സീനിലാണ് പ്രവാസിയായി മാറുന്നത്. പക്ഷെ എപ്പോഴും മൈൻഡ് ഈസ് സ്റ്റിൽ ബാക്ക് ഹോം എന്ന് പറയും. എല്ലാവരും എങ്ങനെയാണ് എല്ലാവരും ഇവിടെ നിർത്തി പോയിട്ട് പിന്നെ നാട്ടിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം കൊണ്ടായിരിക്കും ചിലപ്പോൾ മിക്ക ആൾക്കാർ ഇവിടെ ക്യാരിയിങ് ഓൺ എന്നുള്ളത് തോന്നുന്നുണ്ട്. അല്ലേ? നാട്ടിൽ തിരിച്ചെത്തിയിട്ടും ജീവിതം ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. യു ഷുഡ് ലീവ് ലൈക്ക് എൻ്റെ ലൈഫ്. ആ ഒരു എൻ്റെ ലൈഫിനടുത്ത് നമുക്ക് ഇൻകം വേണം. ലൈക്ക് ഇനി മണി ഇട്ടില്ല. ആ പൈസ അതിലുള്ളൊരു ലൈക്ക് എന്താ പറയാ എന്റെ പറഞ്ഞൊരു കമ്മട്ടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു പോകുന്ന നാട്ടിലേക്ക് ഒരുത്തനെയും മേടിക്കണ്ട. നമ്മളൊന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഹിറ്റ് ചെയ്യുന്നില്ല. അല്ല അങ്ങനെയാണല്ലോ മിക്കലും. ഇപ്പൊ ദുബായിന്നൊക്കെ ആൾക്കാർക്ക് നോട്ട് അടിച്ചാലും മറ്റെല്ലാം തിരിച്ച് മതിയാക്കി പോകല്ലേ ചെയ്തത്. നാട്ടിൽ എന്നിട്ട് ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ലിറ്ററലി നാട് വലിയൊരു മാർക്കറ്റാണ്. ആദ്യം പറഞ്ഞതൊക്കെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റാണ് നാട്. അത് പ്രോപ്പർലി പഠിച്ച് അത് മറ്റേ അത് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. സന്തോഷ് ജോർജുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയില്. ആരോട് ചോദിക്കുന്നത് ഇനി ജനിക്കുകയാണെങ്കിൽ ഏത് നാട്ടിൽ ജനിക്കണം, ഇനി ജനിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ ജനിക്കണം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വിരകുന്നതൊക്കെ വേറെ ഒരു രാജ്യത്ത് വിരകാൻ പറ്റില്ല എന്ന് പറയുന്നത് ലിറ്ററലി അത് ശരിയാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് നാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് കറക്റ്റാണ്. എപ്പോഴും കണ്ടില്ല ഇവിടുത്തെ അവസ്ഥ മഴ ഒന്നും ചെയ്യാൻ